ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടിത്തന്നാച്ചേ. ഇന്നലെ കഴിഞ്ഞു പോയാച്ചേ, നമ്മൾ ഇന്ന് പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാച്ചേ. ഈ പുതിയ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമേ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ചെയ്യുവാൻ തക്കോണം നമ്മൾ പണ്ടേ നമുക്ക് തേവപ്പെടുക. നമ്മൾ അപ്പടി ചെയ്യാതെങ്കിൽ ആണ്ടവർക്ക് ചിത്തമായി ചെയ്തില്ലെങ്കിൽ എന്നെ പറ്റും. ആണ്ടവർ നമ്മളോട് കോപിച്ചിടും. ആണ്ടവർ കോപിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ നമുക്ക് കിടക്കാമായിട്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ തന്നെ നമുക്ക് നടക്കണം. അതുകൊണ്ട് താൻ നമ്മൾ ഇങ്ങനെ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വാസിച്ചുകൊണ്ടിരിക്കുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിലെ 3-ാം വാക്യം മുതൽ നമുക്ക് വാസിച്ചിടാം. നേരത്തെ നമ്മൾ വാസിച്ചാച്ച് ആണ്ടവർ നമ്മളെ സ്നേഹിച്ച്, ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമുക്ക് അത് ആണ്ടവർ പിതാവായ ആണ്ടവരുടെ മുമ്പിൽ അത് സൗരഭ്യവാസനായി തീർന്നാച്ച്. എന്നാൽ ഇങ്ങ 3-ാം വാക്യത്തിൽ എന്നെ നമ്മൾ വാസിക്കുന്നത്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. ഇങ്ങനെ 3 കാര്യം അപ്പോസ്തലനായ പൗലോസ് ആണ്ടവരുടെ ചിത്തമനുസരിച്ച് ചൊല്ലിയിരിക്കെ എന്നാ ചൊല്ലുത്? 3 കാര്യം. ദുർനടപ്പ്, അതായത് നമ്മൾ തെറ്റായ രീതിയിൽ നടക്കുന്നത് അത് ആണ്ടവർക്ക് ചിത്തമല്ല. അതായത് നമ്മൾ വിചാരിക്കും, അത് പറവായില്ല, ஆண்டவர் எங்கே பார்க்குறது, இப்போ ஒரு தப்பு பண்ணியாலும் பரவாயில்லை, நமக்கு பின்னே அது சரியாக்கிடும். அப்படியல்ல. നീ നടക്കുന്ന നടപ്പ് നീ എപ്പോഴും നടന്നാലും ആണ്ടോർ നിന്നെ പാത്തുകൊണ്ടിരിക്കുക. നമുക്ക് പിന്നെ നമുക്ക് അതിലേക്ക് സെല്ലാം. നമുക്ക് ആണ്ടോർ എന്നാ சொல்லுது, ഞാൻ നിന്നെ പാത്തുകൊണ്ടിരിക്കും. നീ എപ്പടി നടക്കുന്നത് എന്ന് എനിക്ക് തിരിയും. അന്നേരം നീ തപ്പായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ആണ്ടോർക്ക് അത് ചിത്തമാവുമാ? അപ്പടി അല്ലെങ്കിൽ എന്നാ പറ്റും? അതല്ല, ഇங்கே നമ്മൾ 3 കാര്യം നമ്മൾ വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്ന് ദുർനടപ്പ്, രണ്ടാമത്തെ അശുദ്ധി. അതായത് നമ്മൾ അശുദ്ധി എന്ന് പറഞ്ഞാൽ പാപത്തിൽ നടക്കുക. അതായത് നമ്മൾ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ നടക്കുക, അല്ലെങ്കിൽ പാപം പണുക. അതായത് നമ്മൾ വായിക്കൂടെ നമ്മൾ കളവ് പറയുക, അല്ലെങ്കിൽ ത്രിടം ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ആരെങ്കിലും മോഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ തപ്പുകൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശുദ്ധി വേണം. അതായത് വിശുദ്ധിയെ നമുക്ക് തേവപ്പെടും. നമ്മൾ വിശുദ്ധി ഇല്ലെങ്കിൽ അത് അശുദ്ധി തന്നെ. ഏതെല്ലാമേ വിശുദ്ധി ഇല്ലാത്ത നമ്മൾ എന്നൊക്കെ പണിയാലും അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അശുദ്ധി. ഇങ്ങനെ சொல்லுது, നമ്മൾ വിശുദ്ധിയോടെ നടക്കണം. അതായത് അശുദ്ധി ഇങ്ങനെ சொல்லுது, നമ്മൾ பார்க்கறது അശുദ്ധി, ദുർനടപ്പ്, പിന്നെ യാതൊരു അശുദ്ധിയും. ഒരു അശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ ആ അശുദ്ധിയിൽ ரொம்ப ഡീറ്റെയിൽസ് വരും. അതെല്ലാമേ എനിക്ക് ടൈം கிடைக்காது. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ பண்ண முடியாது. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ சொல்லுது, ആണ്ടവർ சொல்லுது, നീ അശുദ്ധി നിന്നിൽ നിനക്ക് വരാമാട്ടെ. നിനക്ക് അല്ലെങ്കിൽ അശുദ്ധി നിന്റെ ജീവിതത്തിലെ നിനക്ക് വരാതെ നീ അശുദ്ധിയിൽ നിന്ന് മാറി നിന്ന്. കാരണം നമ്മൾ ആരുടെ മുമ്പിൽ താൻ നമ്മൾ നിൽക്കുന്നത്? നമ്മൾക്ക് പാക്കണം, നമ്മൾ ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്? അതായത് വിശുദ്ധനായ ആണ്ടവരുടെ മുമ്പിൽ. അതായത് അവൻ പരിശുദ്ധ ദൈവം. പരിശുദ്ധ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പരിശുദ്ധിയോടെ വേണം. അതല്ല, ഇപ്പം ഞാൻ ഇപ്പോഴേ ഒരു കേൾവി നിങ്ങൾ കേട്ടിടാം. നമ്മൾ ഇപ്പോൾ ജഡ്ജിക്ക് മുന്നാടി പോയിട്ട് നീ അങ്ങ് തപ്പ് പണ്ണാൻ പറ്റുമോ? அங்கே நமக்கு திடம் பண்ண பറ്റുமா? நீ ஜட்ஜுக்கு முன்பு அங்கே அவர் ஜட்ஜு നിന്നെ பார்த்துக்கொண்டிருக்க, அவன் மேலிருந்து அவன் அப்படியே பார்க்குது. അല്ലെങ്കിൽ அங்கே പോലീസ് அங்கே பார்த்துக்கொண்டிருக்க, അല്ലെങ്കിൽ அங்கே இருக்கிற എല്ലാവരും നിങ്ങളെ பார்த்துக்கொண்டிരിക്കുമ്പോൾ നിനക്ക് அங்கே തപ്പ് ചെയ്യാൻ പറ്റുമോ? നീ ഭയത്തോടല്ലേ അങ്ങ് ജഡ്ജിക്ക് മുന്നാടി നിൽക്കുന്നത്? ജഡ്ജിക്ക് മുന്നാടി ഭയത്തോടെ നിന്നില്ലെങ്കിൽ അവൻ നിനക്ക് എന്നെ വിധിക്കും? അവൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ അവൻ തപ്പ് തന്നെ വിധിക്കും. അതായത് നിനക്ക് ദോഷം തന്നെ ഭവിക്കും. അതുകൊണ്ട് നീ വിശുദ്ധി അത് ഇങ്ങനെ തന്നെ. അന്നേരം നമ്മൾ പാക്കണം. നമ്മൾ ആരുടെ മുമ്പിൽ നിൽക്കുന്നേ? നമ്മൾ നിൽക്കുന്നത് വിശുദ്ധനായ ആണ്ടവരുടെ മുമ്പിൽ. വിശുദ്ധനായ ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയോടെ നിൽക്കണം. അല്ല അശുദ്ധിയോടെ നിൽക്കാൻ മുടിയാതെ. നമ്മൾ അത് കാണാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അശുദ്ധിയും കാണാതെ അത് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ரொம்ப ചൊല്ലാൻ എനിക്ക് ഇരിക്കും. പക്ഷേ എനിക്ക് അതിന് ടൈം கிடைக்காது. അത് കഴിഞ്ഞിട്ട് അത്യാഗ്രഹം.
എല്ലാത്തിനും കാരണം എന്ന നിലയിൽ അത്യാഗ്രഹം. അതായത് എല്ലാ ദുഷ്പ്രവൃത്തിക്കും അതിൻ്റെ മെയിൻ റീസൺ എന്ന് ചൊല്ലിയാൽ അതിൻ്റെ മുൻ കാര്യം എന്ന് ചൊല്ലിയാൽ നമുക്ക് അത്യാഗ്രഹം. അതായത് നമുക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും, എനിക്ക് ഇത് മട്ടും പോതാ, എനിക്ക് ഇനി ഇതും വേണം, അവൻ്റേതും വേണം, ഇവൻ്റേതും വേണം, അവൻ എപ്പടി ജീവിക്കുന്നത്, അവൻ നിൽക്കും, അവന് അതിരിക്കുക, അവൻ ഇതിരിക്കുക, അവന് കാറിരിക്കുക, അവന് വീടിരിക്കുക, അവന് പെരിയ വീടിരിക്കുക, അവന് എല്ലാം ഇരിക്കും. അന്നേരം നമുക്കൊരു ആഗ്രഹം, എനിക്കും അതേപോലെ ആവണം. അതായത് നമുക്ക് ചിത്തമല്ലാത്തത് നമ്മൾ ആഗ്രഹിക്കുക. അതായത് നമുക്ക് ചിത്തമല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ആണ്ടോർ നമുക്ക് തന്നത് അതിൽ നമ്മൾ ഹാപ്പി ആവണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പടി അല്ലെങ്കിൽ ഇപ്പടി നമ്മൾ ചിന്തിച്ചിട്ട് എനിക്കൊരു മനവി ഇരിക്കുക, അവൾ നല്ല മനവി, നല്ല സുന്ദരിയായ മനവി, എന്നാലും നമ്മൾ വേറൊരു പൊണ്ണിനെ பார்க்குമ്പോൾ അയ്യോ എനിക്ക് ഇതേപോലത്തെ ഒരു പൊണ്ണ് കിട്ടിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും. അതുതാൻ അത്യാഗ്രഹം. ആണ്ടവർ നിനക്ക് തേവപ്പെടുന്ന ഒരു പൊണ്ണിനെ താൻ നിനക്ക് തന്നിരിക്കും. അത് നിനക്ക് എല്ലാത്തിലും നിനക്ക് അവൾ താൻ പോതും. അതല്ലാതെ വേറെ ഒരാളെ നിനക്ക് തേവപ്പെടാതെ നിനക്ക് തന്നിരിക്കുന്നു. അത് നിന്റെ മനവി അല്ലെങ്കിൽ கொஞ்சம் നീളം കുറവായിരിക്കും, ചിലപ്പം അഴക് കമ്മായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് കൈയില്ലായിരിക്കും, അവൾക്ക് കാലില്ലായിരിക്കും, പക്ഷേ ആണ്ടവർ നിനക്ക് തന്ന മനവി അവൾ നിനക്ക് എപ്പോഴും നിനക്ക് ചെയ്യപ്പെടും. നിൻ്റെ എല്ലാ ദുഃഖത്തിലും നിൻ്റെ എല്ലാ കാര്യത്തിലും നിന്നെ നേസിക്കുന്ന ഒരു മനവി താൻ. അപ്പടി ആകുമ്പോൾ നീ വേറൊരാളെ നീ എന്തിനു പാക്കാൻ പോകുന്നു? അതിന് താൻ അത്യാഗ്രഹം എന്ന് ചൊല്ലി. അതായത് നിനക്ക് കിട്ടിയത് നീ അതുകൊണ്ട് തൃപ്തിപ്പെടാതെ, അതായത് നിനക്ക് എന്നെ കിട്ടി, നിനക്ക് ഇപ്പം നിൻ്റെ വീട്ടിൽ സാപ്പാടെല്ലാമേ ഇരിക്കും, ഓക്കെ ശരി, നിനക്ക് മറ്റേ അടുത്ത വീട്ടിൽ അവർ മീൻ സാപ്പിടുവോ, അവൻ ഇറച്ചി സാപ്പിടുവോ, അവർ അത് ചെയ്യുവോ, അവർ ഹോട്ടലിൽ പോയിടുവോ, എനിക്കതുമില്ല, എനിക്കത് വേണം. അതുதான் അത്യാഗ്രഹം. നമുക്ക് എന്നെ ആണ്ടവർ തന്നിരിക്കെ അതിൽ നമ്മൾ തൃപ്തിപ്പെടണം. അല്ലെങ്കിൽ അത് അപ്പോഴേ തൃപ്തിപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? അതുതാൻ നമുക്ക് തപ്പ്. അതായത് ഈ നമ്മളിപ്പോൾ பார்க்குമ്പോൾ ഈ അത്യാഗ്രഹത്തിൽ നിന്നും താൻ എന്നാ പറ്റുന്നത്? ദുർനടപ്പും വിശുദ്ധിയും. അതായത് അന്നേരം അത്യാഗ്രഹം വരുമ്പോൾ നമ്മൾ എന്നാ பண்ணணும்? നമ്മൾ ദുർനടപ്പ് பண்ணணும். അതായത് മെയിൻ പോയിന്റ് എന്തെന്ന് വെച്ചാൽ അത്യാഗ്രഹം. അതായത് നമുക്ക് ദുർനടപ്പ് അവൻ തപ്പ് ചെയ്ത് നമ്മൾ കിടക്കാൻ വേണ്ടി നമ്മൾ പാക്കുക. അന്നേരം അത് അത്യാഗ്രഹം, അത് ഞാൻ ദുർനടപ്പ്. അന്നേരം അത് മാത്രമല്ല അശുദ്ധി. അതായത് നമുക്ക് ആണ്ടവർ നല്ല വിശുദ്ധിയായ നമ്മുടെ ആണ്ടവർ, അവൻ വിശുദ്ധിയുള്ള ആണ്ടവർ തന്നെ. അവൻ്റെ മുമ്പിൽ നമുക്ക് എപ്പോഴും അശുദ്ധിയായിട്ട് നടക്കാൻ പറ്റും? അന്നേരം നമുക്ക് എല്ലാത്തിൻ്റെയും കാരണം എന്നായിരിക്കും? അതിൻ്റെ കാരണം എന്നാൽ അത്യാഗ്രഹം. അത് താൻ இங்கே சொல்லுது, നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത്. ഇங்கே சொல்லுது, നീ അതിൻ്റെ പേര് പോലും சொல்லாத. നിന്റെ പേര് പോലും ചൊല്ലാൻ നിനക്ക് ഈ മൂന്ന് കാര്യത്തിൽ നിന്റെ മനസ്സിൽ വരാതെ, അതായത് നീ അതിൽ പേര് പോലും ചൊല്ലാതെ നമ്മളിപ്പോൾ പേശുമ്പോൾ എന്നാ പേശത്? നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാ കാര്യമോ ഇരിക്കുമോ അതുതാണ് നാം പേശത്. നമ്മുടെ മനസ്സിലിരിക്കുന്നതാണ് നമ്മൾ പേശത്. അതോ നമ്മുടെ മനസ്സിലിരിക്കുന്നത് നമ്മൾ അപ്പടിയുള്ള തപ്പായ നമ്മുടെ ചിന്ത ആണെങ്കിൽ നമ്മൾ എന്നാ പണ്ണും? നമ്മൾ അപ്പടി പേശും. അത് പേശുക എന്ന് മാത്രമല്ല, അത് മാത്രമല്ല, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേശും, രണ്ടാമത് നമ്മൾ എന്നാ പണ്ണും? നമ്മൾ അത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് പണ്ണാൻ തുടങ്ങും. പണ്ണാൻ വേണ്ടി നമ്മൾ മനസ്സിൽ നിശ്ചയിക്കും. മൂന്നാമത് നമ്മൾ പണ്ണും. അന്നേരം ഇതും സ്റ്റെപ്പ് ഇതായന. നമുക്ക് ഒന്ന് നമ്മുടെ മനസ്സിൽ വരും, രണ്ടാമത് നമ്മൾ അത് മനസ്സിൽ വന്നിട്ട് അത് ഓക്കെ ഞാൻ ഇപ്പടി പണിടാം എന്ന് അത് മനസ്സിൽ നമ്മൾ അത് ഉറച്ചിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ പണ്ണും? നമ്മൾ അത് ചെയ്തിടും. അന്നേരം അത് ആണ്ടവർ சொல்லுது, നീ ഇങ്ങ വളരെ ക്ലിയറായിട്ട് എന്നാ சொல்லுது, നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും നിങ്ങൾ അത് ആ പേര് പോലും சொல்லாതെ നീ അപ്പടി പേര് சொல்லுന്നത് തന്നെ അത് ആണ്ടവർക്ക് ചിത്തമല്ല എന്നതാണ് சொல்லுது. നാലാം വാക്യത്തിൽ എനിക്ക് ഇങ്ങ ടൈം கிடைக்காതെ, എന്നാലും ഞാൻ ജസ്റ്റ് വചനം ചൊല്ലിയിട്ട് ഞാൻ അത് നിർത്താം. നാലാം വാക്യം ഞാൻ പിന്നെ പറയും. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. அது இங்கே சொல்லுத, நீ அப்படி வசிக்கின்றதான் ஆண்டவருக்கு சித்தம்.
വിശുദ്ധന്മാരായ നിങ്ങൾ എപ്പടി വസിക്കണം? ആണ്ടവർക്ക് ചിത്തം മാതിരി വസിക്കണം. അതുതാൻ ആണ്ടവർക്ക് ചിത്തം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. അതായത് നീ തപ്പ് ചൊല്ലുക, അല്ലെങ്കിൽ നീ ആളെ കളിയാക്കുക, അല്ലെങ്കിൽ നീ അവരെ ഇഗ്നോർ பண்ணுക, അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് பண்ணுക. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ. എനിവേ ഞാൻ നാളേക്ക് നാം പിന്നെ ഇതിനെപ്പറ്റി ഒന്നും കൂടെ ഞാൻ വിസാരിച്ചിടാം. ഞാൻ കൊഞ്ചം കൂടെ അതിന് ഞാൻ എക്സ്പ്ലനേഷൻ പണിയിടാം. ഞാൻ എന്നാ சொல்லிയത്, നമ്മുടെ ജീവിതത്തിൽ അത്യാഗ്രഹം വന്നാൽ നമ്മൾ എന്നാ പണ്ണും? നമ്മൾ ദുർനടപ്പ് നടക്കും, നമ്മൾ തപ്പായ രീതിയിൽ നടക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്നാ പണിടും? നമ്മൾ വിശുദ്ധി ഇല്ലാതെ അശുദ്ധിയിൽ നടന്നിടും. അന്നേരം എല്ലാത്തിനും മൂല കാരണം എന്നാ? അതായത് അത്യാഗ്രഹം. അതുകൊണ്ട് ആണ്ടവർ നമ്മളോട് ചൊല്ലുത്, നീ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നടന്നാൽ ആണ്ടവർ നിനക്ക് എന്നാ കളിക്കും? ആശീർവാദം നിനക്ക് തന്നിടും. അല്ലെങ്കിൽ നീ നല്ല രീതിയിൽ ജീവിച്ചാൽ ആണ്ടവർ നിനക്ക് തരുന്ന ആശീർവാദത്തെ നമുക്ക് എണ്ണിക്കൂടാത്ത വണ്ണം തന്നിരിക്കാൻ. നമ്മൾ പവിത്ര ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് വേണം ചെയ്യാൻ. ഇതെല്ലാമേ നമ്മൾ വാസിക്കുന്നത് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ എപ്പടി നമ്മൾ നടക്കണം എന്ന ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഇങ്ങനെ കേൾവി ചൊല്ലിടുക. അതായത് ആണ്ടോർക്ക് എന്ന ചിത്തം, ആണ്ടോർക്ക് എന്ന ചിത്തമല്ല എന്ന് നമ്മളെ കാണിക്കുക. അന്നേരം നമ്മൾ ആണ്ടോർക്ക് ചിത്തമായ രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ ആണ്ടവർ ആണ്ടവർ അതേപോലെ നമുക്ക് അനുഗ്രഹം തന്നിടും. അനുഗ്രഹം തന്നണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ചിത്തമനുസരിച്ച് നടക്കണം. ഞാനിങ്ങനെ നിർത്താം. ആണ്ടവർ നമുക്ക് നൽകിയ ഈ ദിവസത്തിനായി നമുക്ക് സ്തോത്രം പണിയിടാം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്നും കൂടെ നമ്മൾ നമ്മൾ അത്യാഗ്രഹം ഇരിക്കുകയില്ലേ നമ്മൾ പാക്കുക. അതായത് നമ്മൾ വിശുദ്ധിയിലാണ് നടക്കുന്നത് നമ്മൾ പാക്കുക. അത് നമ്മൾ തപ്പ് പണിയാൻ നമ്മൾ നടക്കുക, അത് പാക്കുക. എന്നിട്ട് ആണ്ടവർക്ക് ചിത്തമനുസരിച്ച് വിശുദ്ധിയിൽ നടക്കാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.